ഹായ് ഗൈസ്, റിൻസ്റ്റെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറേ കാലം ഉപയോഗിക്കാത്ത ഉപയോഗിച്ചിരുന്ന ഒരു CPU, കമ്പ്യൂട്ടർ CPU ഇട്ടിരുന്ന ഒരു ഡെസ്ക്ടോപ്പ്. അപ്പം അതിൻ്റെ ഫോൾട്ട് അത് ഓണാവുന്നില്ല, ബസർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫോൾട്ട് എന്താ നമുക്ക് ഫൈൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സിസ്റ്റം ഇതൊരു അസംബിൾഡാണ്. ഇന്റൽ പെൻറ്റിയം അസംബിൾഡ് കിറ്റാണ്. നോക്കി നോക്കാം. അത് നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കേൾക്കാം ബസർ അടിക്കുന്ന ഒരു സൗണ്ട്. വേറെ ഒന്നുമില്ല, ഫ്രണ്ട് പാനലൊന്നുമില്ല. നമുക്ക് നോക്കി നോക്കാം എന്താ കംപ്ലൈൻ്റ് എന്ന്. നമുക്ക് അഴിക്കാം. ജസ്റ്റ് നമ്മൾ അഴിച്ചു. കാണാം, ഫുള്ള് ഡസ്റ്റാണ്. കുറേക്കാലം ഉപയോഗിക്കാതിരുന്നുണ്ട്, ഡസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ മദർ ബോർഡിന് പുറത്തെടുക്കാം. മദർ ബോർഡിന് പുറത്തെടുത്ത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. മദർ ബോർഡിനെ പുറത്തെടുത്തിട്ട് ഫുൾ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം, എന്താണെന്ന് നോക്കാം. അതിന് ശേഷം റെഡി ആയില്ലെങ്കിൽ ബാക്കിയുള്ള കംപ്ലൈൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പവർ പോർട്ട് അയക്കാം. SMPCയുടെ അയച്ചു. അടുത്ത് വരുന്ന വഴിയിൽ നമുക്ക് മോഡലുകൾ പുറത്തെടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ പഴയ മോഡലാണിത്. ഹാർഡ് ഡിസ്ക് കളിക്കുക. ഹാർഡ് ഡിസ്കൊക്കെ ഫുള്ള് ഡസ്റ്റ് പിടിച്ചിട്ടുണ്ട്. പോർട്ടിലൊക്കെ ഇത് 500 GB. ഹാർഡ് ഡിസ്ക്കാണ്. ഹാർഡ് ഡിസ്ക് അയക്കുമ്പോൾ നിലത്ത് വീഴാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പം കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ് ഇതാ പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്യാം.
സ്വന്തമായിട്ട് ഡെസ്ക്ടോപ്പൊക്കെ വീട്ടിലുള്ളവർക്ക് കുറേ കാലമൊക്കെ നമ്മൾ ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കാണ്ടിരുന്നിട്ട് ഓണാക്കുമ്പോൾ ഓണായിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അത് റെഡിയാവും. അപ്പം ഒരു തീരെ അറിയാത്ത ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ടിപ്സൊക്കെ അറിയുന്നത് ഇഷ്ടംപോലെ ഉണ്ടാവും. നല്ല ക്ലീൻ ചെയ്യുക, എടുത്ത് എണ്ണ ക്ലീൻ ചെയ്യുക. ഇതിലെ മെയിൻ ടിപ്സാണ്. അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ചെയ്യുന്നവർ ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ സിസ്റ്റം വന്നാൽ നമ്മൾ റാം ഊരുക. ഇത് 2 GB റാമാണ്. റാം ഊരിയിട്ട് റാമിൻ്റെ പോർട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യുക. പോർട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം റാമിൻ്റെ ഈ ഒരു ഭാഗം പ്രിൻ്റ് വരുന്ന ഈ ഒരു ഭാഗം ഇറേസർ ഉണ്ടാവും. അത് ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് നമുക്ക് വാങ്ങിട്ടും. ഞാൻ ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്. ഇറേസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. അതിൽ ആ ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. നല്ലപോലെ ക്ലീൻ ചെയ്യുക. അപ്പുറം 2 പ്രിൻ്റും നല്ലപോലെ ക്ലീൻ ചെയ്യുക. ശേഷം ആ പോർട്ടിലേക്ക് അതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബിഗിനേഴ്സിനുള്ളതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക. അതിലേക്കുള്ള സിമോസ് ബാറ്ററി ഉണ്ട്. അപ്പം ആ ബാറ്ററി എത്ര വോൾട്ട് ഉണ്ട് ഇത് ചെക്ക് ചെയ്യാം. എന്നിട്ട് ബാറ്ററിൻ്റെ ഭാഗം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതിലെത്ര വോൾട്ട് ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ത്രീ വോൾട്ട് ബാറ്ററിയാണ് കേട്ടത്. സിമോസ് ബാറ്ററി ഒരു 3 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ എത്ര വോൾട്ട് ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് മൾട്ടിമീറ്റർ വോൾട്ടേജ് മുകളിലേക്ക് ഇടുക. DC വോൾട്ടേജ് മുകളിലേക്ക് ഇടുക. ബാറ്ററിയുടെ ടോപ്പ് ഭാഗം റൈറ്റിങ്ങുള്ള ഭാഗം പോസിറ്റീവും ഈ അടിഭാഗം നെഗറ്റീവ് ആയിരിക്കും. മുകളിൽ പോസിറ്റീവ് കൊടുത്തു. അപ്പം ഇതിൽ 2.897 അത് 3 വോൾട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ബാറ്ററി കംപ്ലൈൻ്റ് ഇല്ല. ഇതിൽ നിന്ന് സപ്ലൈ കൊടുത്ത് ബോർഡിനെ ഓണാക്കി വെക്കാം.
ഡിസ്ക് നല്ലപോലെ ക്ലീൻ ചെയ്യുക. ഫ്രണ്ട് പാനലിൻ്റെ സ്റ്റിച്ചിങ് കൊടുക്കാം. നമ്മൾ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പവർ, ഹാർഡ് ഡിസ്ക്, ഫ്രണ്ട് പാനെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓണാക്കി നോക്കാം. പവർ സപ്ലൈ കണക്ഷൻ കൊടുത്ത് ഓണാക്കി നോക്കാം. ഇത്രയുള്ള പരിപാടി. നമ്മുടെ സിസ്റ്റം ഓക്കെ ആയി. ബസർ സൗണ്ട് ഇല്ല, ഒന്നുമില്ല. സിസ്റ്റം ഓണായി. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ളൊരു സംഭവം. ഒരു ഡെസ്ക്ടോപ്പ് കുറേ കാലമൊക്കെ വർക്ക് ചെയ്യാതെ വന്നാൽ, അല്ലെങ്കിൽ കുറേ പൊടിയുടെ ഉള്ളിലിട്ട് വർക്ക് ചെയ്യുന്ന, ഓഫീസിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് വർക്ക് ചെയ്യുന്ന ഡെസ്ക്ടോപ്പ് നമ്മുടെ കയ്യിൽ വന്നാൽ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ബസർ സൗണ്ടാണ് അടിക്കണമെങ്കിൽ ബേസിക്കായിട്ട് ഇങ്ങനെ ചെയ്തുകൊള്ളുക. ബോർഡ് നല്ല ക്ലീൻ ചെയ്യുക. പിന്നെ റാം ഊരി ക്ലീൻ ചെയ്യണം. മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഒരു ടിപ്സാണ് ഇത് ആൾക്കാർക്ക് അറിയും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. റാം ഊരി നല്ലപോലെ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം ഈ സിമോസ് ബാറ്ററി ഉണ്ട്, ഈ ബാറ്ററിയിൽ വോൾട്ടേജ് നോക്കുക എത്ര ഉണ്ടെന്നുള്ളത്. 3 വോൾട്ട് കിട്ടണം. എന്നിട്ട് കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഒരു 100-ൽ 99% ഇങ്ങനെ ചെയ്താൽ ഇത് റെഡിയാവും. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ചാനൽ. ഇതിൽ CCTV ടെക്നീഷ്യൻ്റെ പാർട്ട് 1, 2, 3 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ മറക്കാതെ കാണുക.